Hi friends, welcome back to our channel. ഞാൻ ഇന്ന് കുറച്ച് മൊഡ്യൂൾസുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡ്രോൺ അതേപോലെ തന്നെ കുറച്ച് പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാൻ ആവശ്യമായ കുറച്ച് ചെറിയ ബോർഡുകളാണ്. അതേപോലെ ഈ ബോർഡ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ ലൈക്ക് ഇപ്പോഴേ തന്നെ ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഓരോന്നായി നമുക്ക് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ ടെലിമെട്രിയാണ്. അപ്പോൾ അതിൻ്റെ റിസീവറും ഇതിൻ്റെ റിസീവറാണ്, ഇത് ട്രാൻസ്മിഷനാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഡ്രോണിൻ്റെ ഒക്കെ അത് കാണുന്നതാണ്. ഡ്രോണിൻ്റെ ഹൈറ്റും അതേപോലെ തന്നെ എവിടെ എത്തിയെന്നൊക്കെ അറിയുന്ന ഒരു മൊഡ്യൂളാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ തന്നെ BMS ആണ്. നമ്മുടെ ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററിയുടെ അതായത് നമുക്ക് സീരിയസ് ആയിട്ട് 3 ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ട് ഡയറക്റ്റ് കൊടുക്കുകയും ചെയ്യാം. 3.7 വോൾട്ടേജ് ഇതിൽ നിന്ന് കൊടുത്തിട്ട് ഇത് 3 ബാറ്ററി 3 സെല്ലാണെങ്കിൽ 3 സെല്ല് ഓരോന്നേച്ച് 3.7 ചാർജ് ആയി ഈ ബാറ്ററി കറക്റ്റായി നിൽക്കുകയും ചെയ്യും. നല്ലൊരു പ്രൊട്ടക്ഷൻ ഡിവൈസും കൂടെയാണിത്. പിന്നെ ഇത് നമ്മുടെ DC മോട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന മൊഡ്യൂളാണിത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡ്രോണിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ മൊഡ്യൂളാണ്. ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അഡ്രിനോയുടെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അഡ്രിനോയുടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് അതിൻ്റെ ഓപ്പൺ ക്ലോസ് അങ്ങനെ എന്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഇതിൽ സ്ക്രീൻ ചെയ്ത് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇത് നമുക്കൊരു മോട്ടർ സ്പീഡ് കൺട്രോളറാണ്, നമ്മുടെ DC മോട്ടർ. അതേപോലെ തന്നെ ബ്രിഡ്ജാണ്. അതുപോലെ മോട്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ച് മോട്ടറിൻ്റെ അതായത് ചെറിയ സിഗ്നലിനനുസരിച്ച് വലിയ സിഗ്നൽ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് ആംബിയർ കൂടിയ മോട്ടർ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു മോട്ടർ കൺട്രോളും കൂടി തന്നെയാണ് നമ്മുടെ അഡ്രിനോയിലെ കണക്ട് ചെയ്തിട്ട് മോട്ടറിൻ്റെ ഷീൽഡാണ് വരുന്നത്. മോട്ടർ കൺട്രോളാണ്. ഇതുപോലെ തന്നെ ഇത് നമ്മുടെ PIR മോഷൻ സെൻസറാണ്. നമുക്ക് ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് സെൻസർ വർക്ക് ചെയ്യുന്ന അഡ്രിനൊക്കെ വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്ത് എടുക്കുന്ന ഒരു മൊഡ്യൂൾ കൂടെയാണ്. അതേപോലെ തന്നെ ഇതും ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. അതായത് നമ്മുടെ ഫോണൊക്കെ വെച്ചിട്ട് അഡ്രിനോ ബോർഡും വെച്ചിട്ട് നമുക്ക് ഫോണിൽ വെച്ചിട്ട് നമ്മുടെ ലൈറ്റും അങ്ങനെ എന്ത് വാഹനം എന്ത് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം മൊബൈൽ ഉപയോഗിച്ചിട്ട്, ബ്ലൂടൂത്ത് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ അഡ്രിനോ ബോർഡും കൂടെ യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഇതൊരു 5 വാട്ട്സ് വരുന്ന ഒരു ഓഡിയോ ആംപ്ലിഫയറാണ് ഇത് വരുന്നത്. 5 വാട്ട്സിൻ്റെ 2 ചാനൽ വരുന്നത്. അതേപോലെ തന്നെ ഇതും ഒരു ഓഡിയോ റിസീവറാണ്. നമ്മുടെ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണിനൊക്കെ ബ്ലൂടൂത്ത് വന്നിട്ട് അതിൻ്റെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു ആംപ്ലിഫയറിൽ കൊടുക്കുക വെച്ചാൽ നമുക്ക് വോളിയം കൂട്ടിയെടുക്കാം. അതായത് നമുക്ക് വയറില്ലാതെ ഫോണിൽ കണക്ട് ചെയ്യുന്ന ബ്ലൂടൂത്ത് റിസീവറാണിത്. പിന്നെ ഇത് IR മൊഡ്യൂളാണ്, അതായത് ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ് സെൻസർ. ഇത് നമ്മൾ IR യൂണിറ്റ് ഇൻപുട്ടും അതേപോലെ തന്നെ റിസീവും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് വർക്ക് ചെയ്യാനൊക്കെ ഒരു പിന്നെ പ്രോഗ്രാം ചെയ്യിക്കാം. അത് നമ്മുടെ അഡ്രിനോ ബോർഡോ അല്ലെങ്കിൽ സാധാരണ ഒരു LED ഒക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം 3 കൊടുത്തിട്ട്. അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഇൻപുട്ട് കൊടുത്തിട്ട് 5 വോൾട്ടിൻ്റെ റിലേ ആണിത്. നമുക്ക് റിലേയിൽ ചെറിയ സിഗ്നൽ വന്നിട്ട് ആ ഒരു സിഗ്നലിന് നമുക്ക് 5 വോൾട്ട് നല്ല ആംബിയർ കൊടുക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളും കൂടെ റിലേ മൊഡ്യൂളാണ്. തന്നെ അൾട്രാസോണിക് സെൻസറാണിത്. ഇത് നമുക്ക് പിന്നെ ഇതിൽ വോൾട്ടേജ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൗണ്ട്, നമുക്ക് ട്രിഗർ, എക്കോ, അതായത് ഇവിടുന്ന് ഒരു സൗണ്ടൊക്കെ പുറപ്പെടുന്ന സൗണ്ട് വന്നിട്ട് ഇതിൽ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വന്ന് നമുക്ക് ഓരോ പിന്നെ വാട്ടർ സെൻസറൊക്കെ ചെയ്യാം. വെള്ളത്തിൻ്റെ അളവൊക്കെ അറിയാനൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമ്മളെ മെയിനാണ് അഡ്രിനോ ബോർഡ്. ഈ അഡ്രിനോ ബോർഡ് വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ഈ ഒരു സെൻസറുകളൊക്കെ വെച്ച് ഈ അഡ്രിനോയിൽ നമുക്ക് കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രോഗ്രാം ചെയ്തെടുക്കാം. നമുക്ക് ഫോണിൽ നമുക്ക് നമ്മളെ ചെറിയ റിമോട്ട് കാർ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വാട്ടർ ലെവൽ കൺട്രോൾ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന ബോർഡാണ് അഡ്രിനോ ബോർഡ് ഇത്. പിന്നെ ഇത് നമുക്ക് ഒരു വോൾട്ടേജ് ബൂസ്റ്റർ സർക്യൂട്ടാണ്. അതായത് DC വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് 5 വോൾട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 24 വോൾട്ട് 30 വോൾട്ടൊക്കെ നമുക്ക് ഔട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു ടെമ്പറേച്ചർ കൺട്രോൾ സെൻസറാണിത്. ഇത് നമുക്ക് ഹോട്ടും കൂളും കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിൽ റിലേ ഒക്കെ വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൂടുതലായി നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് ടൈമല്ല, ടെമ്പറേച്ചറിന് ഹീറ്റും അഡ്ജസ്റ്റ് ചെയ്ത് ആ ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് സർക്യൂട്ട് കട്ടാവും. അപ്പോൾ നമ്മളെ ഇൻക്യുബേറ്ററൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ബോർഡാണ്. അതുപോലെ തന്നെ നമുക്ക് AC ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ബ്ലൂടൂത്ത് റിസീവറാണ്. നമ്മൾ കാറിലൊക്കെ USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറിലൊക്കെ USB ഓക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കാറിൻ്റെ ഓക്സിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് USB കണക്ട് ചെയ്താൽ ഈ ഓക്സ് വഴി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫോണിനൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് സൗണ്ടൊക്കെ അങ്ങോട്ട് മ്യൂസിക്കൊക്കെ നമുക്ക് അങ്ങോട്ട് ഔട്ട് ചെയ്യാം.
അതുപോലെ തന്നെ ഇതും ഒരു ഡ്രോണിൻ്റെ ഡ്രോപ്പ് പൈലറ്റ് പറഞ്ഞ APN 2.8 ഫ്ലൈറ്റ് കൺട്രോളറാണ് ഇത് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഡ്രോണിനൊക്കെ പവർ ചെയ്യിക്കുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോപ്പ് പൈലറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണിത്. അതേപോലെ തന്നെ ഇതാണ് RFID റീഡർ. അപ്പോൾ ഇത് നമുക്ക് ഇതും അഡ്രോ ബോർഡ് വെച്ചിട്ട് നമുക്ക് ഒരു ഡോറൊക്കെ നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാം. അതേപോലെ തന്നെ ഈ ഒരു കീ ചെയിൻ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് ഏത് പ്രോഗ്രാം ചെയ്യാം, എന്ത് വേണമെങ്കിലും ലോക്കോ എന്ത് വേണമെങ്കിലും ചെയ്ത് ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു അഡ്രോ ബോർഡ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഡ്രോണ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയപരിധി മുതലാണ് ഇതൊക്കെ ഉണ്ടാക്കാതെ വന്നിരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റി എന്തെങ്കിലും അറിയണമെങ്കിലോ അതേപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് കൂടുതൽ കമൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.